قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا. والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലാണ് പഠിക്കുന്നത്. 13-ാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത്. ആ ഭാഗം ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദർനി വൽ മുകദ്ദിബീന ഉലിൻ നഅമതി വമഹ്ഹിൽഹും ഖലീലാ ഇന്ന ലദൈനാ അൻകാലൻ വജഹീമാ വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. اللهم اجرنا من عذاب الأليم. صدق الله العلي العظيم. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. സത്യനിഷേധികളായ ആളുകളെ വിട്ടേക്കൂ നബി, അവരുടെ കാര്യത്തിൽ അങ്ങ് ടെൻഷൻ അടിക്കേണ്ട. ഒരുപാട് നിഅമത്തുകൾ ആസ്വദിക്കുന്ന, ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച വലിയ വലിയ മുതലാളിമാരായ, അതല്ലെങ്കിൽ ധാരാളം അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ വിട്ടേക്കൂ. ഞാൻ അവർക്ക് കുറച്ച് സാവകാശം കൊടുക്കുകയാണ്, എന്നിട്ട് ഞാൻ അവരെ പിടികൂടും. ചങ്ങലകളുണ്ട് അവർക്ക്, ജ്വലിക്കുന്ന നരകമുണ്ട് അവർക്ക്, തൊണ്ടയിൽ നിന്നിറങ്ങാത്ത ഭക്ഷണമുണ്ട്, വേദനാജനകമായ ശിക്ഷയുമുണ്ട്. ഈ ആയത്താണ് നമ്മൾ അവസാനമായി പറഞ്ഞുകൊണ്ടിരുന്നത്. കീഴ്പോട്ടിറങ്ങാതെ തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണവും വേദനാജനകമായ ശിക്ഷയും അവർക്കുണ്ട്. ഖിയാമത്ത് നാളിൽ അവർക്ക് കിട്ടുന്ന വിഷയങ്ങളാണ് ഈ പറയുന്നത്. നരകത്തിലെ ആളുകൾക്ക്, നരകവാസികൾക്ക് തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണം. എന്ന് പറഞ്ഞത് സഖൂം, ദരീഅ് മുതലായ നരകത്തിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചാണ്. 3 തരം ഭക്ഷണമാണ് അവർക്കുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. ഇവിടെ അല്ലാഹു തആല ചുരുക്കി പറഞ്ഞതാണ് ത്വആമുൻ എന്ന ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള. മറ്റു ചില സൂറത്തുകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്, വേറെ പല രൂപത്തിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നരകത്തിലെ ഭക്ഷണത്തെക്കുറിച്ചും പാനീയത്തെക്കുറിച്ചും ചെറിയൊരു വിവരണം നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. നരകത്തിൽ നൽകപ്പെടുന്ന ഭക്ഷണം 3 തരമാണ് എന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാം. അതിലേറെ ഉണ്ടാവാം. നമ്മൾ ഖുർആൻ മനസ്സിലാക്കിയ ആവശ്യം അത്രേ ഉള്ളൂ എന്നവിടുന്ന് മനസ്സിലാക്കരുത്. ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചത് ആ 3 വിഷയങ്ങളാണ്. സഖൂം ഒന്നാമത്തേത്. സഖൂം എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ അടിത്തട്ടിൽ വളരുന്ന ഒരു മരമാണത്, ഒരു ചെടിയാണത്. പിശാചിൻ്റെ തലകൾ പോലെയാണ് അതിൻ്റെ കുലകൾ. പിശാചിൻ്റെ തലകൾ പോലെ കുലകളുള്ള ഒരു ചെടിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ആ സഖൂമിൽ നിന്ന് കുറച്ചെന്തെങ്കിലും ദുനിയാവിൽ വീണാൽ മുഴുവൻ ജനങ്ങളുടെയും ജീവിതം ദുസ്സഹമാകും. കുറച്ച് ദുനിയാവിലേക്ക് വീണാൽ ദുനിയാവിലുള്ള സർവ്വ ആൾക്കാരുടെയും ജീവിതം ദുസ്സഹമാകും. ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ, അത് ഭക്ഷണമായി ലഭിച്ച അവസ്ഥ എന്തായിരിക്കും? അത് ഭക്ഷണമായി ലഭിച്ച ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. സൂറത്തു ദുഖാനിലെ 43-46 റബ്ബ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ശജറത്തസ് സഖൂമി തആമുൽ അസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗലിയിൽ ഹമീം. അള്ളാഹ് എങ്ങനെയാണ് ഇതിനൊക്കെ അർത്ഥം പറയാം? ഇന്ന ശജറത്തസ് സഖൂം, നിശ്ചയമായും സഖൂം എന്ന വൃക്ഷം, തആമുൽ അസീമി, കുറ്റവാളികളായ ആളുകളുടെ ഭക്ഷണമാണ്. കൽമുഹ്ലി, അത് ഉരുകിയ ലോഹദ്രാവകം പോലെ ഇരിക്കും. ലോഹം ഉരുക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഇരുമ്പ് ഉരുക്കിയാലേ, തളച്ച ഇരുമ്പ് ഉരുക്കിയാൽ. കൽമുഹ്ലി, അത് ഉരുകിയ ലോഹദ്രാവകം പോലെ ഇരിക്കും. യഗ്ലി, തിളച്ചുമറിയും. ഫിൽ ബുത്തൂനി, വയറുകളിൽ. അത് വയറുകളിൽ കിടന്നിങ്ങനെ തിളച്ചുമറിയും. തൊണ്ടിൽ നിന്ന് ഇറങ്ങൂല. അഥവാ എന്തെങ്കിലും ഇറങ്ങി ഉള്ളിപ്പെട്ടാൽ തന്നെ എന്താവും? അത് തിളച്ചുമറിഞ്ഞുകൊണ്ടിരിക്കും. ഇറങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. തൊണ്ടയിൽ കുടുങ്ങുന്ന ഭക്ഷണമാണ്. കടിച്ചു മുറിച്ച് ഇറക്കിയാൽ വയറിൽ കിടന്നത് തിളച്ചുമറിയും. ഏതുപോലെ? കഗലിയിൽ ഹമീം, ചൂടുവെള്ളം തിളച്ചുമറിയുന്നത് പോലെ. ചൂടുവെള്ളം തിളച്ചുമറിയണ നമ്മൾ കണ്ടിട്ടുണ്ട്. ദുന്യാവിലെ ചൂട് അല്ലേ? ദുന്യാവിലെ ചൂടിൽ പാത്രത്തിൽ വെള്ളം തിളച്ചുമറിയണ നമ്മൾ കണ്ടിട്ടുണ്ട്. നരകത്തിലെ ചൂട് അങ്ങനെയല്ല, എത്രയോ ഇരട്ടിക്കരട്ടിയല്ലേ, ഒരുപാട് ഇരട്ടികളല്ലേ. അപ്പോൾ അവിടുത്തെ തിളച്ചുമറിച്ചിൽ എന്തായിരിക്കും? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ.
ഈ വൃക്ഷമായ ഈ സഖൂം എന്ന വൃക്ഷത്തിൻ്റെ ഫലമായിരിക്കും നരകക്കാരുടെ ആഹാരം എന്ന് മുഫസ്സിരീങ്ങൾ അതിന് തഫ്സീർ കൊടുക്കുന്നു. അത് കഴിച്ചാലുണ്ടാകുന്ന അനുഭവമാണ് അല്ലാഹു തആല മേലെ പറഞ്ഞത്. അപ്പോൾ അവരുടെ ഭക്ഷണം ഇതാണെങ്കിൽ പാനീയം, അതേപോലെ അവർക്ക് കിടക്കാനുള്ള സ്ഥലം, ഇതൊക്കെ വല്ലാത്ത ഭീകരമായിരിക്കും അല്ലേ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. സൂറത്ത് സ്വാഫാത്ത് 62-66 സഖൂമിനെ കുറിച്ച് അല്ലാഹു തആല വിവരിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദാലിക ഖൈറുൻ നുസ്ലൻ അം ശജറത്തുസ് സഖൂം ഇന്നാ ജഅൽനാഹാ ഫിത്നതൻ ലിൽളാലിമീൻ ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം طلعها كأنه رؤوس الشياطين فإنهم لآكلون منها فمالئون منها البطون ثم إن لهم عليها لشوبا من حميم. يا الله. എന്തായാലും അർത്ഥം അറിയോ? സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖവിവരങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയാണ്, നിങ്ങൾക്ക് ആ സുഖം വേണോ? അദാലിക ഖൈറുൻ നുസലൻ, അതാണ് ഏറ്റവും നല്ല ഭക്ഷണം, അതിഥികൾ സൽക്കരിക്കുന്ന ഭക്ഷണം. സ്വർഗത്തിലെ അതിഥികൾക്കുള്ള സൽക്കാരത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം അല്ലാഹു തആല പറയാണ്, അദാലിക ഖൈറുൻ നുസലൻ, നിങ്ങൾക്ക് ആ ആതിഥേയത്വ നല്ല വിരുന്നുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുള്ള സ്വർഗത്തിലെ സദ്യ വേണോ? അതല്ല അം ശജറത്തു സഖൂം, നിങ്ങൾക്ക് സഖൂമിൻ്റെ മരമാണോ വേണ്ടത്? നിങ്ങൾ തീരുമാനിച്ചോളിയും. എന്താണ് ആ സഖൂം? ഇന്നാ ജഅൽനാഹാ ഫിത്നതൻ ലിൽളാലിമീൻ, അക്രമികൾക്കൊരു പരീക്ഷണം, അതായത് ആപത്താക്കിയിരിക്കുന്നു നമ്മൾ ആ മരത്തെ. ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, അത് ജ്വലിക്കുന്ന നരകത്തിൻ്റെ അടിയിൽ വളരുന്ന ഒരു വൃക്ഷമാണ്, അവിടെ നിന്ന് പുറപ്പെടുന്ന ഒരു വൃക്ഷമാണ്. ത്വൽഉഹ, അതിൻ്റെ പഴക്കുലകൾ, അതിൻ്റെ കുലകൾ, കഅന്നഹു റൂഉസുശ് ശയാത്തീൻ, പിശാചുക്കളുടെ തലകൾ പോലെയിരിക്കും, കാണാൻ വളരെ വിരൂപമായിരിക്കും എന്നർത്ഥം. ഫഇന്നഹും ലആകിലൂന മിൻഹാ ഫമാലിഊന മിൻഹൽ ബുത്തൂൻ, അവർ അതിൽ നിന്ന് തിന്നും, എന്നിട്ട് വയറ് നിറയെ കഴിക്കും അവർ. പിന്നീട് അതിന് മീതെ ചുട്ടു തിളക്കുന്ന വെള്ളം അവർ കുടിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഇതേപോലുള്ളൊരു മരം ഇങ്ങനെ സഖൂം എന്ന പേരിൽ അറേബ്യയുടെ ചില കടൽ തീര പ്രദേശങ്ങളിൽ സഖൂം എന്ന പേരിൽ വല്ലാതെ കയ്പുള്ള ഭയങ്കര ദുർഗന്ധമുള്ള ഒരു തരം വൃക്ഷമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ആയിക്കോട്ടെ, അതുണ്ടാവാം, അതിന് കുഴപ്പമൊന്നുമില്ല. ദുനിയാവിലിപ്പോൾ പല സംഗതികളുണ്ടാവാമല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ സഖൂം എന്ന വൃക്ഷം ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇനി ആ വൃക്ഷമാണ് നരകത്തിൽ നിന്ന് നമ്മൾ പറയാൻ പറ്റില്ല. കാരണം നരകത്തിലുള്ളത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പേരിൽ മാത്രമേ ഇതിൽ സാദൃശ്യം ഉണ്ടാവുള്ളൂ. കള്ള് എന്നിപ്പോൾ അവിടുത്തെ നമ്മളിവിടെ സ്വർഗത്തിൽ കള്ളുണ്ടെന്ന് പറയാറില്ലേ, ഇവിടുത്തെ അതല്ലല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ അതേപോലെ ഇവിടെ അതേപോലെ മരം വളരുന്നുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതേ കാര്യം അല്ലാഹു തആല പറഞ്ഞ സഖൂം എന്ന് മനസ്സിലാക്കണ്ട, അത് പേരിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ദുനിയാവിലുണ്ടെങ്കിൽ തന്നെ നരകത്തിൻ്റെ അടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സഖൂം ഇതുമായി യാതൊരു ബന്ധമല്ല നമുക്ക് മനസ്സിലാക്കാമല്ലോ. പേരിൽ മാത്രമേ ബന്ധമുള്ളൂ. അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. ഈ ആയത്തിൻ്റെ തഫ്സീറുകളൊക്കെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ട് അങ്ങനെ ഉണ്ട്. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ അതിൻ്റെ വിശദീകരണമൊക്കെ പറഞ്ഞല്ലോ, അതങ്ങനെ വിശ്വസിക്കുക. നരകത്തിൻ്റെ അടിയിൽ നിന്നുണ്ടാവുന്ന ഒരു മരമാണത്. പിന്നെ അതിൽ നിന്ന് ഒരു കുറച്ചെങ്കിലും ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സർവ്വ ജീവിതം ദുസ്സഹമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് അതിന് തന്നെ ഉറപ്പായില്ലേ. ഇവിടെ അല്ല സഖൂം, അവിടെ സഖൂം ഒന്നല്ല എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ സഖൂം അവിടെ ഭാഗത്ത് വളരുന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും എന്ത് ദോഷം അതുകൊണ്ടുണ്ടോ? അതവിടെ അങ്ങനെ വളരുമെന്നല്ലാതെ. അപ്പോൾ അതല്ല നരകത്തിലെ സഖൂം എന്ന് പറഞ്ഞത്. പേരിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, മറ്റൊരു സാമ്യവും ഉണ്ടാവില്ല. അല്ല, പേരിൽ മാത്രമേ ഒരുപോലെയാവുകയുള്ളൂ, മറ്റൊരു സാമ്യം ഉണ്ടാവുകയില്ല. കാഴ്ചയിൽ തന്നെ വികൃതമാണ് ആ മരം. അതിൻ്റെ കൊള്ളരുതായ്മ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മോശത്തരം സൂചിപ്പിക്കാനാണ് അല്ലാഹു തആല കഅന്നഹു റൂഉസുശ് ശയാത്തീൻ എന്ന് പറഞ്ഞത്. പിശാചുക്കളുടെ തലകൾ പോലെയാണ് അതിൻ്റെ കുലകൾ എന്ന്. പിന്നെ കാണാൻ കോരല്ലാത്ത രൂപങ്ങളെ പിശാചുക്കളുടെ തല പോലെ എന്ന് വിളിക്കുന്ന ഒരു പതിവ് അറബികളിലുണ്ട്. അതാണ് അതേ പ്രയോഗം ഇവിടെ വന്നത്. ഏതായാലും ഇതിങ്ങനൊക്കെ കയ്പും ദുർഗന്ധവും ഒക്കെ ഉള്ള തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത ഫലങ്ങളാണെങ്കിലും ഒക്കെ എന്താണെങ്കിലും ശരി, എത്രമാത്രം അരോചകമോ അസുഖകരമാണെങ്കിലും ശരി, നരകവാസികൾ വല്ലാത്ത വിശപ്പ് കാരണം എങ്ങനെയെങ്കിലും അത് കഴിക്കുമെന്നാണ്. തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല, എന്നാലും മെല്ലെ എങ്ങനെയെങ്കിലും അവരത് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അവർ കഴിക്കും. എന്നിട്ട് വയറുകൾ ചെന്നാലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിളച്ചു മറിയും. അപ്പോൾ അതിന് ഭയങ്കര ദാഹിക്കാരം. ആ ദാഹത്തിന് അവർ വെള്ളം ചോദിക്കുമ്പോൾ എന്താക്കും? അതിന് മീതെ അവർക്ക് ഹമീം എന്ന് പറഞ്ഞ വെള്ളം കൊടുക്കും, ചുട്ടു തുറക്കുന്ന വെള്ളം കൊടുക്കും. യാ അല്ലാഹ്, മഅദല്ലാഹ്, പടച്ചോനെ ഞങ്ങളെ കാക്കണേ. ഈ വെള്ളം കൂടി ചെന്നാലോ അവരുടെ ആമാശയങ്ങളത് നുറുക്കിക്കളയും.
സൂറത്ത് മുഹമ്മദിൽ 15-ാമത്തെ ആയത്തിൽ അത് പറയുന്നുണ്ട്. വേറെ ഏതെങ്കിലും ആശ്വാസം അവർക്ക് കിട്ടാണ്ടോ? ഒരു ആശ്വാസമല്ല. ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ തീറ്റും കൂടിയ കഴിഞ്ഞവർക്ക് പോകാനുള്ളത് കൊടുക്കാം. നരകത്തിൽ അവർക്ക് പറഞ്ഞ വാസസ്ഥലങ്ങളിലേക്കാണ്. ഇങ്ങനെ നരകത്തിൽ ചുറ്റിത്തിരിയുന്ന ആളുകൾ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഭക്ഷണം, സഖൂം എന്ന് പറഞ്ഞ മരത്തിൻ്റെ ഫലം. 2 ലരീഅ്. ഇതും നരകത്തിലെ ഭക്ഷണമാണ്. പോഷണം നൽകാത്ത, വിശപ്പ് മാറാത്ത ഇത് എന്നാണ് അള്ളാഹു തആല അതിനെ വിവരിച്ചത്. ഒരു തരം മുൾച്ചെടിയാണത്. ഒരിക്കലും ശരീരത്തിന് പോഷണം നൽകാത്ത, വിശപ്പ് ശമിക്കാത്ത ഒരു തരം മുൾച്ചെടി. സൂറത്തുൽ ഗാശിയയിലെ ആയത്തിൽ അള്ളാഹു തആല വിഷയം പറയുന്നുണ്ട്. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ളരീഇൻ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. അവർക്ക് ളരീ അല്ലാതെ മറ്റൊരു ഭക്ഷണവുമില്ല. ആ ളരീൻ്റെ അവസ്ഥയോ ലാ യുസ്മിനു, അത് തിന്നിട്ട് ശരീരം തടിക്കൊന്നുമില്ല, ഒരു പോഷണം ഉണ്ടാവില്ല ശരീരത്തിന്. വലാ യുഗ്നി മിൻ ജൂഅ്, വിശപ്പ് മാറില്ല. ഒട്ടകങ്ങൾക്ക് പോലും മേഞ്ച് തിന്നാൻ പ്രയാസകരമായ ഒരുതരം കള്ളിമുൾച്ചെടിയാണ് എന്ന് പലരും പ്രസ്താവിച്ചു കാണുന്നു. ഇതേപോലെ നമ്മൾ നേരത്തെ സഖൂമിനെ കുറിച്ച് പറഞ്ഞതുപോലെ ലരീ എന്ന പേരിലുള്ള ചില മരങ്ങളും എന്താക്കാം, ഇവിടെ ഭൂമിയുടെ ചില ഭാഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് ഒട്ടകങ്ങൾക്ക് പോലും തിന്നാൻ പ്രയാസമാണ്. ഏതായാലും പേരിൽ മാത്രമേ സാദൃശ്യമുള്ളൂ. നരകത്തിലേത് വേറെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നരകത്തിലെ വസ്തുക്കളെ ഭൗതിക വസ്തുക്കളുമായി സാദൃശ്യപ്പെടുത്തി അനുമാനം നടത്താൻ പാടില്ലല്ലോ. സ്വർഗത്തിലെയും അങ്ങനെ തന്നെ. അത് അള്ളാഹു റസൂൽ എന്തേ പറഞ്ഞു, അങ്ങനെ വിശ്വസിക്കുക. ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊണ്ടുള്ള കാര്യമില്ല. നേട്ടപ്പം എന്താ? ഒന്നുകിൽ അത് കഴിച്ചാൽ വിശപ്പ് മാറണം, അല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ അതുകൊണ്ട് പോഷണം ഉണ്ടാവും വേണം, ശരീരത്തിന് ന്യൂട്രീഷൻ ലഭിക്കണം, അല്ലേ? ഇപ്പോൾ ന്യൂട്രീഷൻ ഉണ്ടെങ്കിലും ചുരുങ്ങിയ പക്ഷം വിശപ്പിനെങ്കിലും പരിഹാരമാകണം. നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ടും ഉണ്ടാവില്ല എന്നാണ്. അതാണ് അള്ളാഹു തആല പറയുന്നത്. വളരെ അർത്ഥഗർഭമായൊരു പ്രയോഗമാണത്. എന്തെങ്കിലും ഒരു ഗുണം അതുമൂലം അവർക്കുണ്ടാവില്ല. ഇനി എന്തെങ്കിലും ഒരു ദോഷം അത് കഴിച്ചിട്ട് നീങ്ങാനൊട്ടില്ല, ഗുണം ഉണ്ടാവില്ല. അവർക്കുള്ള എന്തെങ്കിലും ഒരു ശിക്ഷ അത് നീക്കിക്കളയും, അല്ലെങ്കിൽ അവരുടെ ദോഷത്തെ നീക്കിക്കളയുന്നു, അതുമില്ല. പിന്നെ ഇപ്പോൾ ഈ ഭക്ഷണം എന്താണ് പറയുക, എന്താ പോയിട്ട് കാര്യം, അതൊരു ശിക്ഷയാണ് എന്നർത്ഥം. അല്ലാഹ്. മൂന്നാമത്തേത് ഗസ്ലീൻ എന്നാണ്. ഗസ്ലീൻ ഭക്ഷണമാണെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അതേപോലെ ഇതിനോടനുബന്ധിച്ച പാനീയങ്ങളും അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. ഫലൈസ ലഹുൽ യൗമ ഹാഹുന ഹമീമുൻ വലാ തആമുൻ ഇല്ലാ മിൻ ഗസ്ലീൻ. കണ്ടോ അവിടെ അള്ളാഹു തആല വലാ തആമുൻ, സൂറത്തുൽ ഹാഖയിൽ വലാ തആമുൻ, അവർക്ക് ഭക്ഷണവുമില്ല ഇല്ലാ മിൻ ഗസ്ലീൻ, ഗസ്ലീൻ അല്ലാതെ. അപ്പോൾ ഗസ്ലീനിനെയും ഭക്ഷണമായി മുഫസ്സിരീങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഗസ്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നരകക്കാരുടെ ചലം, മറ്റ് രക്തം ഇതൊക്കെ ഒലിച്ച് വന്നിട്ട് പിന്നെന്താണ് പറയുക, അത് ഭക്ഷണമാക്കി അല്ലാഹു തആല തയ്യാറാക്കിയിട്ട് ഇവർക്ക് കൊടുക്കുകയാണ്. പാനീയമായി കുടിപ്പിക്കപ്പെടുമെന്നുണ്ട്, അത് ഭക്ഷണമായി ഇവർക്ക് കൊടുക്കുമെന്നുണ്ട്. ഇതാണ് നരകക്കാരുടെ ഭക്ഷണത്തെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ അത് അവരുടെ പാനീയത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് എന്തായാലും സാന്ദർഭികമായി പറയാം, അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.